ഇവിടെ ഒരു സ്ഥലം വഖഫ് ഭൂമിയാണോ അല്ലേ എന്ന് പറയുന്നത് ഭരണകക്ഷിയോ പ്രതിപക്ഷമോ മറ്റു നേതാക്കളോ ഒന്നുമല്ല. ഒരു വഖഫ് ഭൂമിക്ക് ഒരു വഖഫ് ഡീഡ് ഉണ്ടാവും. ആ വഖഫ് ഡീഡിൽ അത് വഖഫ് ചെയ്ത രീതിയും അതിൻ്റെ വിനിയോഗവും പറഞ്ഞിട്ടുണ്ടാവും. ആ വഖഫിൻ്റെ ആധാരം വെച്ച് അത് പരിശോധിച്ച് പണ്ഡിതന്മാരാണ് പറയേണ്ടത്. പണ്ഡിതന്മാർ പറയുന്നതോടുകൂടി ഈ വിഷയം അവസാനിക്കും. കേരളത്തിൽ ഒരുപാട് പണ്ഡിത സംഘടനകളുണ്ട്. അവരൊരുമിച്ചിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ സംഘടനകൾ വേറിട്ടോ അതെന്താണ് എന്ന് പറഞ്ഞാൽ ആ വിഷയം ക്ലോസ് ആയി. നമ്മളല്ല പറയേണ്ടത്. എനിക്കത് പറയണമെങ്കിൽ അതിൻ്റെ ആധാരം പരിശോധിക്കണം, നിങ്ങൾക്കും ആധാരം പരിശോധിക്കേണ്ടി വരും. അത് പരിശോധിച്ചാൽ മാത്രം പോരാ. ആ വാചകത്തിൽ പണ്ഡിതന്മാർ എന്താണ് അതിൽ വിവക്ഷ പറയുന്നത് എന്നുകൂടി നോക്കണം. തീർച്ചയായും പണ്ഡിത സംഘടനകൾ ഇടപെടുകയും അതിന് തീരുമാനമുണ്ടാവുകയും ചെയ്യും. അവിടെ വഞ്ചിക്കപ്പെട്ട ആളുകളുണ്ട്, അതായത് അവിടെ വില കൊടുത്ത് വാങ്ങി താമസിക്കുന്ന ആളുകളുണ്ട്, കയ്യേറ്റക്കാരുണ്ട്, റിസോർട്ട് മുതലാളിമാരുണ്ട്. അതൊക്കെ ഒരു വലിയ രാഷ്ട്രീയ ഇഷ്യൂ ആണ്. അതുകൊണ്ട് അത് പരിഹരിക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരുന്നുണ്ട്. ഗവൺമെൻറ്റിനോട് പരിഹരിക്കാൻ വേണ്ടി ഉത്തരവാദപ്പെട്ടവർ മുസ്ലിം സംഘടന